പഞ്ചാരപ്പാട്ടുകൾ പാടി പൂമണ്ടേനാണ് കാട്ടി പുന്നാരങ്ങൾ പറയണം കുമാരൻ വരുന്നുണ്ടല്ലോ. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم إنك حميد مجيد. أما بعد أيها الناس أوصيكم بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم أولي الألباب. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മൾ പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സമയവും സന്ദർഭവും ഒരു പ്രസംഗത്തിന് യോജിച്ചതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കർമ്മത്തിലേക്ക് പ്രവേശിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പ്രകാരം വിവാഹിതരാകാൻ പോകുന്ന വധൂവരന്മാർക്ക് ഒരു ഉപദേശം കൊടുക്കുക എന്നുള്ളത് പ്രവാചക ശൈലിയിൽപ്പെട്ടതാണ്. തീരെ പരിചയമില്ലാത്ത രണ്ട് വ്യക്തിത്വങ്ങൾ സാമൂഹ്യ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഈ സുപ്രഭാതത്തിൽ അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പന പാലിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ മനുഷ്യ സൃഷ്ടിക്ക് ആദ്യമായി പറഞ്ഞു കൊടുത്തിട്ടുള്ള രൂപത്തിൽ തന്നെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അനുയോജ്യമായ ഇണകളെ സൃഷ്ടിക്കുക എന്നുള്ളത്. ഈ ഇണകളെ സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങൾക്കിടയിൽ സ്നേഹവും അതേപോലെ തന്നെ കാരുണ്യവും ഉണ്ടാക്കുവാൻ വേണ്ടിയാണ്. ഈ കാരുണ്യത്തിനും സ്നേഹത്തിനും കൂടി തന്നെ നിങ്ങൾക്ക് നിർവൃതി കൊള്ളുവാൻ വേണ്ടിയാണ് സ്ത്രീജനങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു. ഈ സ്ത്രീകളെ നാം വിവാഹം ചെയ്യുന്ന സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പറഞ്ഞതുപോലെ തന്നെ ഈ സ്ത്രീകളോട് പുരുഷന്മാർക്ക് പല ബാധ്യതകളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിങ്ങൾ ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുകയാണെങ്കിൽ ആ സ്ത്രീക്കുള്ള ഭക്ഷണം, അവർക്കുള്ള വസ്ത്രം, അതുപോലെ തന്നെ അവരോടുള്ള കടപ്പാടുകൾ നിങ്ങൾ നിർവഹിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയുണ്ടായി. അതേപോലെ തന്നെ സ്ത്രീകൾക്ക് പുരുഷന്മാരോടും പല ബാധ്യതകളും കടപ്പാടുകളുമുണ്ട്. എന്നാൽ ഈ ബാധ്യതകളും കടപ്പാടുകളും നിർവഹിക്കുന്ന സന്ദർഭത്തിൽ പല പൊട്ടലും ചീറ്റലും കുടുംബത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ പൊട്ടലും ചീറ്റലും എല്ലാം തന്നെ അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ഒരു ഇസ്ലാമിക കുടുംബം കെട്ടിപ്പടുക്കാൻ വേണ്ടിയായിരിക്കണം ഭാര്യയും ഭർത്താവും തുനിയേണ്ടത്. അതേപോലെ തന്നെ ചെറിയ നിസ്സാര പ്രശ്നങ്ങൾക്ക് വേണ്ടി ഒരിക്കലും തന്നെ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇണങ്ങാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നിർദ്ദേശിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഹജ്ജത്തുൽ വിദാ പ്രസംഗത്തിൽ പ്രത്യേകമായിക്കൊണ്ട് ഭർത്താക്കന്മാരോട് പറയുകയുണ്ടായി, നിങ്ങളൊരു പ്രത്യേക കരാറിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ സ്ത്രീകളെ വിവാഹം ചെയ്യുന്നത്. ഈ കരാറ് മാത്രമാണ് നിങ്ങളും അവരും തമ്മിലുള്ള ബന്ധം. ഈ സന്ദർഭത്തിൽ അവരിൽ വ്യക്തമായ തെറ്റുകൾ കാണാതെ, അവരിൽ നിന്ന് വല്ല അക്രമവും ഉണ്ടാകാതെ നിങ്ങളവരെ ആക്രമിക്കാനോ അവരുടെ മുഖത്തടിക്കാനോ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. എന്നാൽ ഒരു സ്ത്രീ വ്യക്തമായ തെറ്റ് ചെയ്യുകയാണെങ്കിൽ തന്റെ ഭർത്താവിന് ഹിതമില്ലാത്ത രൂപത്തിൽ, തന്റെ ഭർത്താവിന് അനുയോജ്യമല്ലാത്ത രൂപത്തിൽ, തന്റെ ഭർത്താവ് വെറുക്കുന്ന രൂപത്തിലുള്ള പുരുഷന്മാരെയോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെയോ അവന്റെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കുകയാണെങ്കിൽ ആ സ്ത്രീയെ വെറുക്കുകയും അതേപോലെ തന്നെ അവളെ കിടപ്പറയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും വേണ്ടി വന്നാൽ അവളെ മുറിയാത്ത രൂപത്തിൽ അടിക്കണമെന്നും വിശ്വാസം ഉപദേശിക്കുകയുണ്ടായി. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ സ്നേഹത്തോടെയും അതുപോലെ തന്നെ വിവിധ ഉപദേശങ്ങളിലൂടെയും സ്വീകരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുകൊണ്ട് ഇന്നിവിടെ നടക്കാൻ പോകുന്ന വിവാഹം തൃക്കളയൂർ സ്വദേശി മുഹമ്മദ് മകൾ നൈന നൂർജഹാൻ തമ്മിലും അതേപോലെ തന്നെ കൊടിയത്തൂർ സ്വദേശി മുഹമ്മദ് മകൻ അബ്ദുൽ നാസർ തമ്മിലാണ്. ഈ വിവാഹ സുദിനത്തിൽ ഇവർക്ക് മംഗളം നേരുവാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അവരുടെ ഈ വിവാഹത്തിൽ സമുദായത്തിനും അതേപോലെ തന്നെ നമ്മൾക്ക് എല്ലാവർക്കും സമുദായത്തിനും അതുപോലെ തന്നെ കുടുംബത്തിനും ഉപകാരപ്രദമായ സന്താനങ്ങൾ അവർക്ക് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ തമ്പുരാൻ ഈ വിവാഹം ഇന്ന് വിവാഹത്തിനാകാൻ പോകുന്ന വധൂവരന്മാരെ മരണം വരെ അവരെ സ്നേഹത്തോടെയും ഐക്യത്തോടെയും ജീവിക്കാനുള്ള തൗഫീഖ് അവർക്ക് നൽകുമാറാവട്ടെ. അല്ലാഹു ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ ആമീൻ.